ഇടുക്കി ബൈസൺ വാലിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുംപറമ്പിൽ രാജിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതും നേതൃത്വവുമായുള്ള അതൃപ്തിയുമാണ് രാജിയിലേക്ക് നയിച്ചത്. 14 വർഷം ബ്ലോക്ക് സെക്രട്ടറിയും 2 വർഷക്കാലമായി മണ്ഡലം പ്രസിഡന്റുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കോൺഗ്രസിൽ ഗ്രൂപ്പിന്റെ ഭാഗമല്ലെങ്കിൽ സ്ഥാനമില്ലെന്ന് തോമസ് നിരവത്തുപറമ്പിൽ പറഞ്ഞു. സുബിൻ തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുബിൻ, ഇടുക്കി ബൈസൺ വാലിയിലാണല്ലോ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുംപറമ്പിൽ രാജിവെച്ചിരിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങളാണ് ഈ രാജിക്ക് പിന്നിലെന്നാണ് മനസ്സിലാക്കേണ്ടത്? പ്രധാനമായും ഇടുക്കി ജില്ലയിൽ കോൺഗ്രസിലെ പൊട്ടിത്തെറികൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരികയും യുവ സ്ഥാനാർത്ഥികൾ വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ ഇടുക്കി ബൈസൺ വാലിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള തോമസ് നിരവത്തുപറമ്പിൽ രാജിവെച്ചിട്ടുള്ളത്. 14 വർഷം ബ്ലോക്ക് കോൺഗ്രസിന്റെ സെക്രട്ടറിയും വർഷങ്ങളായി മണ്ഡലം പ്രസിഡന്റുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇദ്ദേഹം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ്, നേതൃത്വവുമായുള്ള തർക്കങ്ങളാണ് ഇത്തരത്തിലുള്ള രാജിയിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചു, കൂടാതെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചർച്ചകൾ നടത്താതെയുള്ള സ്ഥാനാർത്ഥി നിർണയവുമെല്ലാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതാണ് ഈ മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ നേതൃത്വവുമായുള്ള അതൃപ്തി, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റിനെ ഉൾപ്പെടെ കാണാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഇത് നിരാകരിക്കുകയും ഇദ്ദേഹത്തെ കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതെല്ലാം തന്നെ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. നിലവിലിപ്പോൾ ഇത്തരത്തിൽ ഈ തോമസ് നിരവത്തുപറമ്പിൽ പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ ഔദ്യോഗിക പദവികളെല്ലാം തന്നെ നിലവിൽ രാജിവെച്ചിട്ടുള്ളത്. അതായത് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ലെങ്കിൽ കോൺഗ്രസിൽ നിലനിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിച്ചാൽ പിന്നീട് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ട് ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുന്നത്. പല പ്രവർത്തകർക്കും പല നേതാക്കൾക്കും അത്തരത്തിലുള്ള മോശം അനുഭവം ആ പാർട്ടിയിൽ നിന്നുണ്ടാകുന്നു. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ തോമസ് നിരവത്തുപറമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും കട്ടപ്പനയിൽ ഉൾപ്പെടെ സമാനമായ രീതിയിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ പരിഹരിക്കാനോ വേണ്ട വിധത്തിൽ ചർച്ചകൾ നടത്താനോ കോൺഗ്രസ് നേതൃത്വത്തിന് ഇടുക്കി ജില്ലയിൽ കഴിയാതെ പോവുകയും ചെയ്യുന്നുണ്ട്. നിലവിലിപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് തോമസ് നിരവത്തുപറമ്പിൽ പറഞ്ഞിട്ടുള്ളത്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.